ഹായ് ഗായ്സ്. ഹായ്. അപ്പം നമ്മളെ യൂട്യൂബ് ചാനലായ റീൽ അഡിക്റ്റിലേക്ക് സ്വാഗതം. വെൽക്കം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് അരിവഴകൻ വെങ്കടാചലത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ ഡയറക്ടർ മുമ്പത്തെ പടം എന്ന് പറഞ്ഞാൽ കുട്രം 23 എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതൊരു ഹിറ്റ് പടമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. இது ஒரு விதமான ஆடியோ ஹலுசினேஷன். அதுல சத்தத்தை பத்தி அவர் டிஸ்கிரைப் பண்ண விதம் ரொம்ப புதுசாகவும் வித்தியாசமாகவும் இருந்துச்சு. என் பேரு ரூபன். நான் உனக்கு ஹெல்ப் பண்ண தான் வந்திருக்கேன். കണ്ടിട്ടൊരു പ്രേതത്തിന്റെ പടം പോലെ ഉണ്ട്. ഹൊറർ മൂവിയാണ്. நீங்க கோஸ்ட் இன்வெஸ்டிகேட்டரா இல்ல கிரைம் இன்வெஸ்டிகேட்டரா? பாராநார்மல் இன்வெஸ்டிகேட்டர். ரெண்டும் ஒண்ணுதான். ரெண்டு பேரும் எதையும் கண்டுபிடிக்க மாட்டீங்க. நம்ம காதுக்கே கேட்காத அல்ட்ராசோனிக் சவுண்ட் அதால எழுப்ப முடியும். அந்த சத்தத்தை வச்சுதான் ஏறைய கண்டுபிடிக்கும். லுக்கிங் ஃபார்வர்ட் ஃபார் தி இன்விசிபிள் கெஸ்ட். കൊള്ളാല്ല, നല്ല ഫ്രെയിം, നല്ല രസമുണ്ട്, നല്ല ഫ്രെയിം, നല്ല കളർ പടത്തിന്റെ. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു മറ്റേ സൗണ്ടിന്റെ സാധനം എടുത്തിട്ട് അതെ പ്രേതത്തിനെ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് പടം ഉണ്ടല്ലോ, ഇൻസിഡിയസ് ഒക്കെ, ആ ഒരു അത്ര വരുമോന്നറിയില്ല, എന്നാലും നോക്കാം. உன்னோட சயின்ஸ் என்னோட நம்பிக்கை ரெண்டுமே ஒன்றா போகுது. இதுக்கும் நீங்க பாக்குற கேஸ்க்கும் என்ன கனெக்ஷன்? சப்தம். സൗണ്ടിന്റെ എന്തോ കളിയുണ്ട്, അതാണ് ശബ്ദം പടത്തിന്റെ പേര്. എല്ലാവരും സൗണ്ടിന്റെ എന്തോ സീനുണ്ട് സിനിമയില്. അപ്പൊ ഈ ഫ്രെയിമെല്ലാം കണ്ട നല്ല രസം. ഡോൾഫിൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോ മറ്റേതായിരിക്കും, VFX ആയിരിക്കും, എന്നാലും കൊള്ളാം, സംഭവം കൊള്ളാം. നല്ല ഫ്രെയിം, നല്ല രസമുണ്ട്. வாழ்ற வாழ்க்கை சாகர வரைக்கும் இல்ல, செத்துக்கு அப்புறம் ஒரு வாழ்க்கை இருக்கு. ഓ, ഇതും ഫെബ്രുവരി 28 തന്നെ. ഇന്നലെ അമ്മ കണ്ടതും ഫെബ്രുവരി 28 അല്ലേ? മോശമില്ല. ഫെബ്രുവരി 28 എന്ത് സീന്, എല്ലാ കോടും ആ ദിവസം തന്നെയാണല്ലോ ഇറങ്ങുന്നത്. വേൾഡ് വൈഡ് റിലീസാണ്, ചിലപ്പോൾ ഇവിടെ ഇറങ്ങും. മോശമില്ല. അപ്പൊ തിയേറ്ററിൽ പോയി കാണാം. ഇത് തിയേറ്ററിൽ പോയി കാണാം. ഇത് പ്രേതം മാത്രമല്ലാന്ന് തോന്നുന്നു, ഇൻവെസ്റ്റിഗേഷൻ എല്ലാം കാണുന്നുണ്ട്. മോശമില്ല. അപ്പൊ ഈ നടന്റെ പേരെന്താന്ന്? ആദിയും ലക്ഷ്മി മേനോനും. മോശമില്ല. അറിവഴകന്റെ പടം ഫെബ്രുവരി 28, 2025 ഇറങ്ങും. കാണാൻ തോന്നും. മോശമില്ല. നല്ല ഫ്രെയിമും കൊള്ളാം, നല്ല മ്യൂസിക്കും, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറും. ട്രെയിലർ ഏതായാലും കൊള്ളാം, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ ഹൊറർ മൂവി ആയതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷൻസോടെ ആയിരിക്കും കാണുന്നത്. എനിക്ക് ഹൊറർ മൂവീസിന്റെ ഒരു ഫാനാണ്. സോ ഹൊറർ മൂവി എനിക്ക് പിടിക്കേയില്ല. ഞാൻ ഹൊറർ മൂവിന്റെ ഫാനാണ്. സോ ഞാൻ ഭയങ്കര എക്സ്പെക്ടേഷനോടെ ആയിരിക്കും കാണുന്നത്. മോശമില്ല. ലോജിക്ക് ഉണ്ടാവില്ലോ ഹൊറർ മൂവിയിൽ, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, കണ്ടോക്കാം, ചിലപ്പോ നല്ലതായിരിക്കും. ഈ എല്ലാം നമ്മൾ ലോജിക്കോട് മാത്രം അപ്രോച്ച് ചെയ്താൽ ശരിയാവില്ലല്ലോ അല്ലേ? ഹൊറർ മൂവി എന്ന് പറയുമ്പോ എന്ത് സീൻ വെച്ചാല്, ഹൊറർ മൂവി കാണുന്നത് വേറെ തന്നെ രീതി ഇരുന്ന് വേറെ തന്നെ ഒരു മൈൻഡ് സെറ്റിൽ കാണേണ്ടി വരും. അതെ, ഉറപ്പായിട്ടും. അത് ഹൊറർ മൂവിയില് ആക്ച്വലി ചിലപ്പോ സ്റ്റോറി തന്നെ വേണമെന്നില്ല, നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഞെട്ടിപ്പിക്കുന്ന സീൻസ്, ഒരു ഡാർക്കിലേക്ക് കൊണ്ടുപോകുന്ന, അതാണ് ഹൊറർ മൂവിന്റെ ഒരു ഹിറ്റ് എന്ന് പറയുന്നത്. വിഷ്വലി അടിപൊളിയും കണ്ടോണ്ടിരിക്കാം. മോശമില്ല, അടിപൊളിയാണ്.
ഇത് കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നു, നമുക്ക് നോക്കാം. 28-ന് പോവാം. ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരു ഹൊറർ തന്നിട്ടുള്ള ഒരു മൂവി ഭൂതകാലാണ്. അതിനുശേഷം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഹൊറർ ഞാൻ അങ്ങനെ എവിടെ അത്രയും ഹൊററായിട്ട് ഞാൻ ഒരു സിനിമയും കണ്ടിട്ടില്ല. ഇത് ഭൂതകാലം കൊള്ളാം, പിന്നെ ബ്രഹ്മയുഗവും കൊള്ളാം. ബ്രഹ്മയുഗവും സെറ്റായിരുന്നു, ഹൊറർ ജോണറിൽ സെറ്റ് ഒരു മൂവി. പക്ഷെ ഇത് അങ്ങനത്തെ ടൈപ്പ് അല്ല, മോശമില്ല, രസമുണ്ട്, നല്ല രസമുണ്ട്. ട്രെയിലറും കൊള്ളാം, ഇൻവെസ്റ്റിഗേഷൻ ബേസിൽ കണ്ടോക്കാം. അപ്പോൾ ഗൈസ്, ഫെബ്രുവരി 28-ന് ശബ്ദം ഇറങ്ങും, എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ. ബൈ.